നമസ്കാരം, ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പുതിയ താരോദയം ടൊവിനോ തോമസ് ആണ് അതിഥി. സ്വാഗതം. നമസ്കാരം. ഒരു മെക്സിക്കൻ അപാരത വളരെ വലിയ ഹൈപ്പോട് കൂടിയാണ് തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളത്. ആരാധകരുടെ അതുപോലെ തന്നെ സാധാരണക്കാരായ സിനിമാ പ്രേക്ഷകരുടെ ഒക്കെ പ്രതീക്ഷകളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോൾ തിയേറ്റർ വിസിറ്റൊക്കെ ചെയ്തു ഫസ്റ്റ് ദിവസം തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന പോലെ സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അവർക്കൊക്കെ അത് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ആദ്യ ദിവസത്തെ കളക്ഷൻ ഗംഭീരമാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഷോസിൻ്റെയും റിസർവേഷൻ സൗകര്യമുള്ള എല്ലായിടത്തും ഫാസ്റ്റ് ഫില്ലിങ് അല്ലെങ്കിൽ സോൾഡ് ഔട്ടാണ്. ഇതൊക്കെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാനുള്ള. ഈ പ്രേക്ഷകരിലെ ഒരു വിഭാഗം ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തും. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായി ഹീറോ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളത് കൊണ്ട് ആ രാഷ്ട്രീയ കക്ഷിയെ മഹത്വവൽക്കരിക്കുന്ന സിനിമ എന്നുള്ള നിലയിൽ മറ്റുള്ള ആളുകൾ ആ സിനിമയ്ക്ക് കയറാതിരിക്കില്ലേ? അതായത് ഇവിടെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണ്. ഞാൻ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയിലാണ്, അല്ലാതെ ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വിളിച്ചു പറഞ്ഞിരിക്കുകയല്ല അവിടെ. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഞാൻ ലേഖനം എഴുതുകയോ അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുകയോ ചെയ്തിരിക്കുന്നതല്ല. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയായിട്ട് കാണാൻ ബുദ്ധിയുള്ളവരാണ് കേരളത്തിലുള്ള എല്ലാവരും. ഈ സിനിമ ഇപ്പോൾ ഒരു 15 വയസ്സ് മുതൽ 45-50 വയസ്സ് വരെയുള്ള ആളുകളാണ് വല്ലാതെ ആഘോഷിക്കുന്നത്. ഒന്നുകിൽ ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ കലാലയത്തിൽ പഠിച്ച് സംഘടനാ പ്രവർത്തനം, വിശേഷിച്ച് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു നൊസ്റ്റാൾജിയെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കുന്ന വളരെ ആവേശഭരിതമാക്കുന്ന ഒരു സിനിമ. അതുകൊണ്ടാണ് ആളുകൾ തിയേറ്ററിൽ പോകുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, കൊടിയുമായി തിയേറ്ററിൽ പോകുന്നു. ആ നിലയ്ക്കുള്ള ഒരു ആഘോഷം എന്നതിലുപരി എന്തെങ്കിലും ഉണ്ടോ ഈ സിനിമ? ഉണ്ടല്ലോ. അതായത് എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്, വ്യക്തമായിട്ടുള്ള രാഷ്ട്രബോധമുള്ള ആളാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആളാണ്. പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ടുള്ള അസംതൃപ്തിയുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഒരു സിനിമയിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഈ കഥയിൽ പറയാവുന്ന ഒരു രാഷ്ട്രീയം ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ സിനിമയിൽ ഇല്ലേ എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് എത്ര പേര് അത് കണ്ടു? അതായത് മുൻവിധികളോടെ ഒരു സിനിമയെ സമീപിക്കരുത്. താങ്കൾക്കൊരു രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞല്ലോ. താങ്കളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണ്? എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പാർട്ടിയെക്കാളും മതത്തെക്കാളും എന്ത് വിവേചനങ്ങളെക്കാളും മനുഷ്യനെ വലുതായി കാണുന്ന അതാണ് എൻ്റെ രാഷ്ട്രീയം. എനിക്കൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല, ഞാൻ എടുക്കുകയില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിലും കോളേജിലും ഒന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ദ വേ ഐ വാസ് ബ്രോട്ട് അപ്പ്, എൻ്റെ വീട്ടുകാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ചുറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത്, അതാണ് എൻ്റെ രാഷ്ട്രീയം. താങ്കളുടെ രാഷ്ട്രീയം താങ്കളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പലവട്ടം വെളിപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പൃഥ്വിരാജ് സുകുമാരൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അതിൻ്റെ ഭാഷ കൊണ്ടും അതിൻ്റെ വികാരം കൊണ്ടും എന്നുള്ളതിനേക്കാൾ അത് മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായ ശരി കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടവയാണ്. അതൊക്കെ താങ്കൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, താങ്കൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതേ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് താങ്കളും ഷെയർ ചെയ്യുന്നു എന്നാണ്? തീർച്ചയായിട്ടും. ഞാൻ ആ ഒരു പോസ്റ്റ്, ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തതിൽ ഞാൻ മുകളിൽ ഇട്ടത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നേക്കാൾ നന്നായി പറഞ്ഞതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ്. കാര്യം എന്നേക്കാൾ നല്ല ഭാഷയുള്ള, എന്നേക്കാൾ വിവരമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് തോന്നി. അതിനേക്കാൾ നന്നായിട്ട് അത് പറയാനില്ല. ഞാൻ ഇനിമേലിൽ സ്ത്രീകൾ നോവിക്കപ്പെടുന്നത് മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു രംഗത്തിലും അഭിനയിക്കില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടും യോജിപ്പുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സീനിൽ അഭിനയിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഒരു സിനിമയുടെ കഥയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ വന്നാലും അങ്ങനെ ഒരു സീൻ സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുന്ന ഒരു സീനും കൂടെ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ ഓക്കെ. സ്ത്രീ വിരുദ്ധതയെ ഗ്ലോറിഫൈ ചെയ്യാമോ സിനിമയിൽ? ഒരിക്കലും സ്ത്രീ വിരുദ്ധതയെ സിനിമയിൽ എന്നല്ല എവിടെയും ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. കാര്യം എനിക്കും ഉണ്ട് ഈ പറയുന്ന പോലെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്. ഇത്രയും സ്ത്രീകൾ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുമുണ്ട്. സ്ത്രീ വിരുദ്ധതയെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് സിനിമയിലെന്നല്ല എവിടെയും പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. സാധാരണഗതിയിൽ ഈ സിനിമാ താരങ്ങൾ അഭിപ്രായം പറയുന്നത് വിരളമായിരിക്കും. കാരണം ആരെയും നോവിക്കാൻ പറ്റില്ല, എല്ലാ കാര്യത്തിലും ബാലൻസ് വേണം, എല്ലാ തരത്തിലുമുള്ള ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് മലയാള സിനിമാ താരങ്ങളും ഇതര ഭാഷാ സിനിമാ താരങ്ങളും ഇന്ത്യയിൽ അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായമൊന്നും പറഞ്ഞു പോകാറില്ല.
ആ കാര്യത്തിൽ താങ്കൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടോ? ഒരു അഭിപ്രായം ഏത് കാര്യത്തിൽ തോന്നിയാലും തുറന്നു പറയുന്നു? ഞാൻ തുറന്നു പറയും, പക്ഷേ ഞാൻ ആരെങ്കിലും നോവിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. നോവിക്കുന്ന രീതിയിൽ ഞാൻ പറയില്ല. പക്ഷപാതപരമായിട്ടുള്ളൊരു നിലപാട് ഞാൻ സ്വീകരിക്കില്ല. ഞാനിടുന്ന ഓരോ പോസ്റ്റുകളിലും നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെൻ്റെ തെറ്റല്ല. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആർട്ടാണ്. ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന കലയും സിനിമയാണ്. അപ്പോൾ സിനിമയിൽ കാണുന്ന രംഗങ്ങളാൽ ജനങ്ങൾ സ്വാധീനിക്കപ്പെടാം, സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ പുറത്തു പറയുന്ന കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാം. എന്നിട്ടും കൃത്യമായി നിലപാടുകൾ എടുത്തു പോകുന്നതിൽ സിനിമാക്കാർക്ക് എന്താണ് തടസ്സം? ഉദാഹരണത്തിന് അമേരിക്കയിലേക്ക് നോക്കൂ. അവിടെ ഹോളിവുഡ് താരനിശ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇവന്റ് ആയിട്ടാണ് ഏറ്റവും ഒടുവിൽ മാറിയത്. അവിടെ പ്രസിഡന്റിനെ വിയോജിപ്പുണ്ടെങ്കിൽ അവർ തെരുവിലിറങ്ങിയ സിനിമാക്കാർ അഭിപ്രായം പറയുകയാണ്. യാതൊന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല. എന്തുകൊണ്ടാണ് ആ കൾച്ചർ ഇവിടെ ഇല്ലാത്തത്? സിനിമാക്കാർ മാത്രമല്ല, നമ്മൾ ഓരോ സിറ്റിസൻ്റെയും കടമയാണത്. അതായത് നമ്മൾ എന്തിനാണ്, ഞാൻ ആരെയും ചോദ്യം ചെയ്യുന്ന ഒന്നുമില്ല, പക്ഷേ പല രീതികളിലും എനിക്കറിയാം ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ഫ്രസ്ട്രേറ്റഡ് ആണ്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടെന്ന് വെച്ചാൽ അത് ഒരു പ്രത്യേക പാർട്ടിക്കാരെ കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ അല്ല. പലപ്പോഴും നമ്മൾ തന്നെ കാണുന്നതാണ്. പലതും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു, ടി വിയിൽ കാണുന്നു. പലതും കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അത് ശരിയല്ലല്ലോ, അതങ്ങനെയല്ലല്ലോ നടക്കേണ്ടത്, എന്താ ഇവിടെ ഇങ്ങനെ നടക്കണേ. ഒരു തവണയെങ്കിലും തോന്നിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ വെറും സാധാരണക്കാരനായിട്ട് നിന്നുകൊണ്ട് എൻ്റെ വെറും കോമൺ സെൻസ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കോമൺ സെൻസ് ഉള്ള ആളുകൾ ഇവിടെ പലതും പറയണമെന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇതാ ക്യാമറ വെച്ചിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, ആളുകളെ കാണിക്കുന്നു. അതുകൊണ്ട് ഇത് പറയേണ്ടത് എൻ്റെ കടമയാണ്. അതെ, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ ഈ അടുത്ത് കണ്ട ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ പ്രതിരോധം താങ്കളുടെ സഹപ്രവർത്തകൻ കൂടിയായ അലൻസിയർ നടത്തിയ ഒന്നായിരുന്നു. താങ്കൾ അതിനെ സല്യൂട്ട് ചെയ്തു, അത് താങ്കൾക്ക് തോന്നി. പക്ഷേ സിനിമാ രംഗത്തെ ഭൂരിഭാഗം ആളുകളും അങ്ങനെ ഉണ്ട് എന്ന് കണ്ടുപോലുമില്ലല്ലോ. ശരി, ഇത് ഞാനൊരു ഇതെന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട്, താല്പര്യങ്ങളുണ്ട്. പോസ്റ്റ് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. മാത്രമല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ വിപ്ലവം ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളല്ല ഞാനും. അപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടൊരു വിപ്ലവം ഉണ്ടാവും പോകുന്നില്ല. ഇപ്പോൾ അലൻസിയറെ സപ്പോർട്ട് ചെയ്തതിൽ താങ്കളെ BJP-ക്കാർ വിമർശിച്ചു. മെക്സിക്കൻ അപാരതയെ അഭിനയിച്ചതുകൊണ്ട് കോൺഗ്രസ്സുകാർ വിമർശിക്കുന്നു. ഇതൊക്കെ അസഹിഷ്ണുതയായിട്ട് കാണുന്നുണ്ടോ അതോ വിമർശനങ്ങളായി കാണുന്നു? അതിനെപ്പറ്റിയൊന്നും ഞാനിവിടെ സംസാരിച്ചിട്ടേ ഇല്ല. അത് ഞാൻ പറഞ്ഞില്ല, അവരുടെ ഞാനിവിടെ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിലെന്താണ് കാര്യമുള്ളത്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്യണം, അതിനെന്താണ് കുഴപ്പം? പക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. ഈ കാര്യങ്ങളിൽ ഇങ്ങനെ അഭിപ്രായം പറയേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് പലപ്പോഴും തോന്നും. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമാണ്. അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്റർവ്യൂ തുടങ്ങിയത്. ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടതിനെ പറ്റി ഇട്ടപ്പോൾ അതിന് വന്ന മറുപടി എന്ന് പറയുന്നത്, രാത്രി അസമയത്ത് പുറത്തിറങ്ങി നടക്കാനായിട്ട് ഇവളോട് ആരാ പറഞ്ഞതെന്ന്. എന്താണ് അസമയം? എന്താണ് അസമയം? ഈ പറയുന്ന ഇതുപോലുള്ള ഈ അഭിപ്രായം പറഞ്ഞില്ലേ, അസമയത്ത് പുറത്തിറങ്ങി നടക്കാൻ അവളോട് ആരാ പറഞ്ഞേ എന്ന് ചോദിച്ച ആളുകൾ പുറത്തിറങ്ങി നടക്കുന്ന ഇരുട്ടുള്ള സമയമാണ് അസമയം. ഇരുട്ടല്ല സമയം. ഇങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങി നടക്കുന്ന സമയമാണ് അസമയം. ആ സമയത്ത് പുറത്തിറങ്ങി നടക്കാൻ ഇവിടെ എന്താണ് അസമയം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? എവിടെയെങ്കിലും ക്ലോക്കിലുണ്ടോ? ക്ലോക്കിൽ നമ്മൾ ഇത്രയും സമയം അസമയം, ഇത്രയും സമയം നല്ല സമയം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 9 മണിക്ക് ശേഷം ഈ പറഞ്ഞ ആൾക്കാർ, ഒരാളല്ല കുറേ പേര് പറഞ്ഞാണ്, ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ വീടിന് ഒരു 9:05 തീ പിടിച്ചാൽ ആ വീട്ടിലെ പെമ്പിള്ളേർ അതിന് അകത്തിരിക്കണം, പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും റേപ്പ് ചെയ്താൽ ആൾ പരാതി കൊടുക്കുമോ ഇല്ലയോ? ഒരാൾ ചോദിച്ചത് വസ്ത്രധാരണം. 2.5 വയസ്സുള്ള കുട്ടി, അമ്മയുടെ അടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട നാടാണിത്. 80 വയസ്സുള്ള വൃദ്ധ ബലാത്സംഗം ചെയ്യപ്പെട്ട നാടാണിത്. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിങ്ങൾ എത്ര കെട്ടിപ്പൊതിഞ്ഞു വെച്ചാലും 2 പർദ്ദ ഒരുമിച്ചിട്ട് നടന്നാലും മാനസിക രോഗികളാണ് ഈ ബലാത്സംഗം ചെയ്യുന്നവർ. അവരത് ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ അങ്ങേയറ്റം ശരിയായ പുരോഗമനപരമായ നിലപാടുകളാണ്. ഈ നിലപാടുകൾ പറയേണ്ടായിരുന്നു, പറഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടായി എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ? പലപ്പോഴും ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ എന്തിനാ ഞാനിതൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനീ പറയുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടാനാണോ?
പക്ഷേ എപ്പോഴും ഞാനത് പറയണ്ടായിരുന്നു എന്ന് തോന്നും, പലപ്പോഴും ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ തോന്നും. പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കൊണ്ട് വിപ്ലവം ഉണ്ടാവുന്ന പ്രതീക്ഷ കാത്തിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഞാൻ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെങ്കിലും ചിന്തിച്ച് ഞാനിത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാനിത് കണ്ടാൽ അത് തടയും എന്ന് ചിന്തിക്കാൻ ഒരാൾ ചിന്തിച്ചാൽ മതി, ആ പോസ്റ്റ് വേർത്താണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രമുഖനായ സംവിധായകനായ കമൽ വളരെ ഭീകരമായി തന്നെ വേട്ടയാടപ്പെട്ടു ഈ സമീപ നാളുകളിൽ. അത് അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ്. അങ്ങനെ കലാരംഗത്തുള്ള ആളുകൾ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുമ്പോൾ അതിനെ കളക്റ്റീവായി പ്രതിരോധിക്കുന്നുണ്ടോ? ഇതൊക്കെ എൻ്റെ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിയാനാകും. ഇത് അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കമൽ സാറ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്നതിലുപരി അദ്ദേഹം ഒരു വ്യക്തിയാണ്. എത്ര പേര് മതത്തിന് അതീതമായിട്ട് പാർട്ടിക്ക് അതീതമായിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരാൻ ആർക്കും പറ്റുന്നില്ല. ഈ കളക്റ്റീവായിട്ടുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് കാലക്രമേണ. അതായത് നമുക്കായിരിക്കില്ല, ചിലപ്പോൾ നമ്മളുടെ മക്കളുടെ സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് വലിയ കലാപങ്ങളാണ്. അതുണ്ടാവാതിരിക്കാനാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പറയാനുള്ളത് ശരിയായ കാര്യം ഉറക്കെ പറയണ്ടേ? അതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ പേടിക്കുന്നു? സിസ്റ്റം കൈയും കാലങ്ങനെ കെട്ടിയിട്ടേക്കാണ്, പറഞ്ഞ പ്രശ്നമാണ്. അല്ല, ആ സിസ്റ്റമൊക്കെ കാലക്രമേണ ബ്രേക്ക് ചെയ്യപ്പെടുമല്ലോ. സമൂഹം മാറുകയാണ്, ആളുകൾ മാറുകയാണ്, പുതിയ കാലത്തെ അഭിസംബോധന ചെയ്ത് ബ്രേക്ക് ചെയ്യപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എന്ന്, എപ്പോൾ, ആര് തുടങ്ങി വെക്കും? ഈ 2017 എന്ന് പറയുന്നത് എസ്ര കഴിഞ്ഞു, മെക്സിക്കൻ നവാരത, ഇപ്പോൾ ഗോദ വരാൻ പോവുകയാണ്. ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി ഒരു എമർജിങ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലായിരിക്കും ടൊവിനോ തോമസ് അറിയപ്പെടുക. അത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഞാൻ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് സിനിമയിൽ വന്നിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അതെൻ്റെ ഒരു സ്വപ്നം പോലും അല്ലായിരുന്നു. കാര്യം അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ഉത്തരവാദിത്വവും. അപ്പോൾ ഒരു ഉത്തരവാദിത്വം ഒരു പരിധി വിട്ട് കൂടിക്കഴിയുമ്പോൾ അതെനിക്കൊരു ബാധ്യതയാണ്. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വപ്നം ഇല്ല. കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. പക്ഷേ അത് അങ്ങനെ ആരെങ്കിലും വിളിച്ചതുകൊണ്ട് ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുന്നില്ല. ഇനിയും വില്ലനായി അഭിനയിക്കും, ഞാൻ അഭിനയിക്കും. പക്ഷെ ഇനി അഭിനയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ നായകനെ, വില്ലൻ വേഷത്തിനേക്കാളും നല്ലത് നായകൻ വേഷമാണെങ്കിൽ എനിക്കത് വേണം. ഇപ്പം ആ സിനിമയിലെ വില്ലൻ വേഷത്തിനേക്കാളും നല്ലത് നായകൻ വേഷമാണെങ്കിൽ എനിക്കത് വേണം. എനിക്ക് വില്ലനായിക്കോട്ടെ, നായകനായിക്കോട്ടെ, സഹനടനായിക്കോട്ടെ, കൊമേഡിയനായിട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ ആ സിനിമയിലെ ഏറ്റവും നല്ല വേഷം എനിക്ക് വേണം. മെക്സിക്കൻ അപാരതയുടെ ഒപ്പം ഇറങ്ങിയ സിനിമയാണ് അങ്കമാലി ഡയറീസ്. അതിന്റെ പ്രൊമോഷനും താങ്കൾ കഴിഞ്ഞ ദിവസം പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഒരു റൈവൽ ഫിലിമിനെ പ്രൊമോട്ട് ചെയ്യാറില്ല, അങ്ങനെ ഒരു ശീലം മലയാള സിനിമയിലില്ല. റൈവൽ എന്നുള്ള വേർഡ് തന്നെ റോങ് അല്ലേ? കാര്യം ഞങ്ങളൊക്കെ എല്ലാവരും ഒരേപോലെ ചിന്തിച്ചിട്ട് സിനിമയിൽ വന്നവരാണ്. നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്ന കുറേ ആൾക്കാരാണ്. ഈ പുറത്തെ ആൾക്കാർ വിചാരിക്കുന്നത് പോലെ ഇതിനകത്ത് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊന്നും നടക്കണില്ല. അതായത് ഇപ്പോൾ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അങ്കമാലി ഡയറീസ് എന്തുകൊണ്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നു, അതിൻ്റെ എഡിറ്റർ മെക്സിക്കൻ അപാരതയുടെ എഡിറ്റർ തന്നെയാണ്. അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തേക്കുന്നത്, ഞങ്ങളുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തേക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവരാരുടെ കൂടെ നിൽക്കുമായിരുന്നു. അവർക്ക് ആരും കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ, രണ്ടും അവരുടെ പടമല്ലേ. അതിൻ്റെ ക്യാമറാമാൻ എൻ്റെ ഇതിനു മുമ്പത്തെ സിനിമയായിട്ടുള്ള ഗപ്പിയുടെ ക്യാമറമാനാണ് ഗിരീഷ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ചെമ്പൻ വിനോദ് ജോസ് എൻ്റെ എനിക്കൊരു ചേട്ടനെ പോലെ ഇഷ്ടമുള്ള ഒരാളാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നത്, അയാളുടെ സിനിമകൾ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. നല്ല ഫിലിം മേക്കറാണ്. പിന്നെ അതിനകത്ത് ആ സിനിമ ഞാൻ കണ്ടു. സിനിമയിൽ എല്ലാവരും നല്ല ഭംഗിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. അങ്കമാലിയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ആ സിനിമ. നല്ല സിനിമയാണ്. ഞാൻ നല്ല സിനിമകളെ സ്നേഹിച്ചിട്ട് സിനിമയിൽ വന്ന ആളാണ്. അതുപോലത്തെ സിനിമകൾ ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ അതിന് പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്താ, സിനിമ റിലീസ് ചെയ്ത ദിവസം മറ്റൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അത്ര വലിയൊരു ഹൃദയബന്ധം അക്കാര്യത്തിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, ആ സിനിമ നന്നായതുകൊണ്ട് എൻ്റെ സിനിമ താഴെ പോയോ? ഇല്ലല്ലോ, ഇല്ല, പോവില്ല. അത് വെറുതെ പേടിക്കുന്നതാണ്. നല്ല സിനിമയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന സിനിമയിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. കുറെ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അതായത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്, എന്നെ പൊക്കി പറയാനാണെങ്കിൽ കൂടി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ പറയുന്ന ആളുകളെയൊക്കെ താഴ്ത്തിക്കൊണ്ട് വരുന്ന ട്രോളുകൾ,
അത് ഉണ്ടാക്കിയത് ആരാണെങ്കിലും എന്നെ പൊക്കി പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് അവരോട് യാതൊരു സ്നേഹവുമില്ല, യാതൊരു സ്നേഹക്കൂടുതലും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ താഴ്ത്തി പറയുന്നവരോട് എനിക്ക് യാതൊരു സ്നേഹവുമില്ല. ഈ ട്രോൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് തന്നെ താങ്കളെ കുറിച്ച് പരാതിയുണ്ട്. താങ്കൾ തന്നെ സ്വയം ട്രോളായി മാറുകയാണ്, ട്രോളന്മാരുടെ പണി കളയുകയാണ്. ഞാനൊക്കെ ജീവിച്ചിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ്. എന്നെയൊക്കെ ഇവന്മാര് ഈ കളിയാക്കി കരയിപ്പിച്ചിട്ടുണ്ട്. അതായത് വ്യക്തിഹത്യ കൊണ്ടൊന്നുമല്ല ഞാൻ കരയുന്നത്, അവര് ഭയങ്കരമായിട്ട് നമ്മളതിനോട് കളിയാക്കിയിട്ട് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാൻ. പക്ഷെ അവിടെ നിന്ന് പിന്നെ ഇവന്മാരുടെ ഒരു ട്രെയിനിങ് ആണ് ആക്ച്വലി. ഇവന്മാർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവൻ ഒന്നെന്ന് പറഞ്ഞാൽ ഇവൻ എന്താടാന്ന് ചോദിച്ചാൽ നീ പോടാന്ന് തിരിച്ചു പറയാനുള്ള രീതിയിൽ ഞാൻ ട്രോൾ ചെയ്യാൻ വളർന്നു പോയി. കാര്യം അത് നമ്മളുടെ കൂട്ടുകാര് നമ്മളെ കളിയാക്കി പുറത്തെവിടെ പോയാലും എനിക്ക് ആ ട്രെയിനിങ് കാരണം കൊണ്ട് തിരിച്ചു പറയാൻ അറിയാം. ഇപ്പോ കുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് ഫാമിലി ഓഡിയൻസിനെ കിട്ടാനുള്ള സൈക്കോളജിക്കൽ ഇപ്പൊ പുതിയ കുറെ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ട്രോളുകൾ മീൻസ് മുട്ടയടിച്ചിട്ട് ഈ കുഞ്ഞാവ് കാരണം കൊണ്ടാണ് പടം ഹിറ്റായത്. ഞാൻ ആ ട്രോൾ ഇട്ട രീതി എങ്ങനെയായിരുന്നു, അതായത് എനിക്ക് എൻ്റെ മോള് മുട്ടയടിച്ചിട്ട് എനിക്ക് നല്ല രസം തോന്നി. അവളുടെ ആ ഇരിപ്പും മുട്ടയടിച്ചിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. അപ്പോൾ എൻ്റെ മകൾ തല മുട്ടയടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു ഒന്നുമില്ല അതിൽ. അപ്പോൾ എനിക്ക് തോന്നി അതൊരു രസകരമായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം. അപ്പോൾ സ്വന്തം അച്ഛൻ അഭിനയിക്കുന്ന സിനിമകൾ ഹിറ്റാവാൻ വേണ്ടി വേളാങ്കണ്ണിയിൽ പോയി തലമുട്ടടിച്ച കുഞ്ഞാവ എന്ന് പറഞ്ഞിട്ട് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ വേളാങ്കണ്ണി പോയിട്ട് തലമുട്ടടിച്ച് കഴിഞ്ഞാൽ പടം ഹിറ്റാവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതായത് അതുകൊണ്ട് മാത്രം പടം ഹിറ്റാവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. വേളാങ്കണ്ണിയിലല്ല, എവിടെ പോയി മുട്ടടിച്ചാലും പടം വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഹിറ്റാവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ആ സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുള്ളതാണ്. ഞാൻ പിന്നെ ഇതൊരു തമാശ ആയിക്കോട്ടെ, ആ ഹെഡിങ്ങിനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. അത് ഇട്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത് ഇനിയിപ്പോൾ മറ്റേ ട്രോളന്മാർ വരുമല്ലോ, എന്നാൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്തേക്കാം. മറ്റേ ഫാമിലി സെന്റിമെന്റ്സ് കിട്ടാനുള്ള ടൊവിനോ തോമസിന്റെ സൈക്കോളജിക്കൽ മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ 4 കാലിൽ വീണതാണ്, അല്ലെങ്കിൽ എന്നെ അവർ തള്ളി താഴ്ത്തു വിടും, ഞാൻ മറ്റേ മലന്നടിച്ചൊക്കെ വീണു പോകും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സാധനം ഞാൻ ഇടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ട്രോളനാണ്, എന്നെ കളിയാക്കി കരയിപ്പിക്കുന്നവന്മാരിലൊരാളാണ്. അവനുടനെ തന്നെ ഈ ഫോട്ടോ ദിലീപേട്ടൻ കുബേരൻ സിനിമയിൽ മറ്റേ തലമുട്ടടിച്ചിട്ടാണല്ലോ അതിൽ കാര്യങ്ങളൊക്കെ നേടുന്നത്. അപ്പോൾ ആ ഫോട്ടോ ഇട്ട് തന്നു, എന്നെ കളിയാക്കി വിട്ട്. ഞാൻ അപ്പം തന്നെ അവന് കേട്ടസി പോലും കൊടുക്കാതെ ഞാൻ അതും കൂടെ എടുത്തിട്ടു, ഇനി ഇതും തപ്പി ആരും ഇങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആളുകളുമായിട്ട് സംവദിക്കുമ്പോൾ ഞാനൊരു സീരിയസ് പേഴ്സണൊന്നുമല്ല. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സീരിയസ് ആവണം, അല്ലാത്ത സമയത്ത് നമ്മൾ എന്താണ് അങ്ങനെ ആയിരിക്കണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടപെടുമ്പോൾ ധാരാളം ആളുകൾ പലതും പറയും, ചിലപ്പോൾ ചീത്ത പറയും. താങ്കൾ ഇതിനെല്ലാത്തിനെയും ഇങ്ങനെ സാധൂതം ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാൾ മെക്സിക്കൻ അപാരതയുടെ പേര് അങ്ങേയറ്റം വിവരദോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ താങ്കളെ പോലുള്ള ആളുകളും ജീവിക്കുന്ന രാജ്യമല്ലേ, ഞങ്ങൾ ജീവിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ അതിനൊരു ഞാനത് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, ഈ പേരിട്ടതിൽ ഇവരുടെ വിവരക്കേട് വെളിവാകുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, വിവരമില്ലാത്തവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ ചേട്ടൻ വരെ ജീവിക്കുന്നു എന്നിട്ടാണോ എന്നാ ഞാൻ ചോദിച്ചു. അദ്ദേഹം അതവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിവരക്കേടല്ലേ വെളിവാക്കിയത്, അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു പുള്ളി. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുന്നുള്ളൂ. ഞാൻ ചില സംഭവങ്ങൾ അത് പറയപ്പെടേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നതിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോ സ്റ്റാർഡം ഉയരുന്നതിനനുസരിച്ച് സ്വാഭാവികമായും ഫാൻസിന്റെ എണ്ണം കൂടും, ഫാൻസ് അസോസിയേഷൻ വരുമോ? ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട കുറേ ആൾക്കാർക്ക് തന്നെ ഇഷ്ടമാണ്. സപ്പോസ് ഒരു 20 ലക്ഷം പേർക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നവർ ചിലപ്പോൾ 50,000 പേരോ 1 ലക്ഷം പേരോ ഉണ്ടായിരിക്കും. ഈ 20 ലക്ഷം പേരുടെ സ്നേഹം ഞാൻ എന്തിനാണ് ഈ 50,000 പേർക്കോ 1 ലക്ഷം പേർക്കോ തീരെ കൊടുക്കുന്നത്? എല്ലാവരും സ്നേഹിക്കട്ടെ. എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സൂപ്പർമാൻ ആവണമെന്നായിരുന്നു. എന്തിനാണെന്നറിയാമോ? സൂപ്പർമാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സൂപ്പർമാൻ നല്ലവനാണ്, ലോകത്തിന് മൊത്തം സൂപ്പർമാൻ ഇഷ്ടമാണ്. എനിക്ക് ലോകത്തിന്റെ മൊത്തം ഇഷ്ടം കിട്ടാൻ ഭയങ്കര കൊതിയാണ്. അങ്ങനെ എല്ലാവരും സ്നേഹിക്കപ്പെടാൻ ഭയങ്കര കൊതിയാണ്. ഗപ്പി ഒരു ഹിറ്റായില്ല. ഗപ്പി ഇറങ്ങുന്ന സമയത്ത് ടൊവിനോ തോമസ് ഒരു സ്റ്റാർ ആയിരുന്നില്ല. ഇനി മെക്സിക്കൻ അപാരത ഹിറ്റാവുന്നു,
ഇനി അടുത്തു വരുന്ന സിനിമ ഒരു ഗപ്പി ആകാതിരിക്കുന്നത് അവിടെ ഒരു സ്റ്റാർ ഉള്ളത് കൊണ്ടാണോ? സിനിമ വിജയിപ്പിക്കുന്നത് നായകന്റെ ഹീറോയിസമാണോ? നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന വിജയ ചിത്രത്തിൽ നായകൻ പുതിയ ആളാണ്, അതിൽ അഭിനയിച്ചിരിക്കുന്ന 86ഓളം പുതുമുഖങ്ങളാണ്. പക്ഷെ അതിൽ സംവിധായകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സംവിധായകൻ്റെ പേരുണ്ട്. പിന്നെ ആ സിനിമ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിലാണ് പ്രൊഡ്യൂസർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ആ സിനിമ ഹിറ്റാവുന്നില്ലേ? അത് സിനിമകളിൽ ഈ ഹീറോയിസം പലതരത്തിലാക്കാം, അതിനൊരു പ്രാമുഖ്യം വരുമോ? ഹീറോ ഓറിയന്റഡ് പടങ്ങളായിരിക്കും ഇനി ടോവിനോ തോമസിന്റെ സിനിമകൾ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഹീറോ ഓറിയന്റഡ് സിനിമകളാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്രൈറ്റീരിയ അതല്ല. എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആ സിനിമ ബേസിക്കലി എന്നെ എക്സൈറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സ്റ്റാർഡം ഉയരുന്നതിനനുസരിച്ച് താങ്കളുടെ സാമൂഹികമായ ഇടപെടലുകൾ കുറയുമോ? അതോ ഇനിയും ആരാധകർക്ക് അല്ലെങ്കിൽ വിമർശകർക്ക് താങ്കളുടെ മറുപടി കിട്ടുകയും താങ്കളുടെ ട്രോള് കിട്ടുകയും ചെയ്യുമോ? അതായത് ഇങ്ങനെ ഓവറായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കയറി ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് പോകരുതെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറയാറൊന്നുമില്ല. അതായത് ഇവിടെ ദിവസേന പറയണമെങ്കിൽ ദിവസേന ഇവിടെ 1000 കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷെ ഞാനതൊരു വലിയ സമൂഹത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊത്തം സൊസൈറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ദിവസവും രാവിലെ ഒരു ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ചിലപ്പോൾ വർഷത്തിൽ ഒരു കാര്യമേ എന്നെ അങ്ങനെ പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു പോസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായി കാണുന്നവരുണ്ട്, സിനിമയിലും അങ്ങനെയാണ്. താങ്കളിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം ആരോപിച്ചാൽ? എനിക്ക് ഇപ്പോൾ എല്ലാ പാർട്ടികളിലെയും പല കാര്യങ്ങളും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കൊരു ഫ്രീഡം വേണം. ആ ഫ്രീഡം എന്ന് പറയുന്നത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ആര് ചെയ്താലും ശരിയെന്ന് പറയാനും, തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ആര് ചെയ്താലും തെറ്റെന്ന് പറയാനും പറ്റണം. അപ്പോൾ അതിന് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളോടൊക്കെ മാച്ച് ചെയ്യുന്നതായിരിക്കാം. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. പിണറായി വിജയനാണോ ഹീറോ? അയ്യോ, ഞാനതെന്താ വെച്ചാൽ ഒരു ഫംഗ്ഷന് പോയതാണ്. ഒരു ചാനലിൻ്റെ ഒരു സ്പീക്ക് ഫോർ ഇന്ത്യ എന്നുള്ള ഒരു ചടങ്ങിന് പോയതാണ്. എനിക്ക് പുള്ളി ഒരു ഏതൊക്കെയോ രീതിയിൽ പുള്ളി ഒരു മൊത്തത്തിൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ചന്തം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര ഫാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ അങ്ങനെ ആരുടെയും ഭയങ്കര ഫാനായിട്ടില്ല. എല്ലാവരോടും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിനും ഇൻസ്പയർ ചെയ്യാവുന്ന ചില നല്ല ക്വാളിറ്റീസ് ഉള്ള ആളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ബ്ലൈൻഡായിട്ട് ആരെയും ഫോളോ ചെയ്യുന്ന ഫാനല്ല. പിന്നെ എനിക്കെന്തോ പുള്ളിയുടെ സംസാര രീതിയൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. ഭയങ്കര എന്തോ ഒരു പവർ ഫീൽ ചെയ്യാറുണ്ട് പുള്ളിയുടെ സംസാര രീതിയിലൊക്കെ. അങ്ങനെ പുള്ളിനോട് കണ്ടപ്പോൾ എനിക്കൊന്നും പരിചയപ്പെടണമെന്ന് തോന്നി. പിന്നെ ഇതിപ്പോൾ ഏത് പാർട്ടിയുടെ ചീഫ് മിനിസ്റ്റർ ആയാലും ചീഫ് മിനിസ്റ്ററിനോട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. അതിപ്പോൾ ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും ഞാൻ പോയി ഫോട്ടോ എടുത്തേനെ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമൊന്നുമില്ല. ഞാൻ ചെന്നിട്ട് നമസ്കാരം സാർ, ഞാൻ ടോവിനോ എന്ന് പറയുന്ന ഫോട്ടോ ആണ് അതിനകത്തുള്ളത്. അല്ലാതെ പുള്ളിക്ക് എന്നാന്ന് അറിയാൻ പോലും പാടുണ്ടാവില്ല. അല്ല, ഇനിയിപ്പോൾ താങ്കൾ മെക്സിക്കൻ അപാരതയിലൂടെ അങ്ങനെ ഇടതുപക്ഷ ഹൃദയങ്ങളിലാണ് കൂടുതലായി ഇപ്പോൾ ഇടം പിടിക്കാൻ പോകുന്നത്. ഇനിയുള്ള നിലപാട് പ്രഖ്യാപനങ്ങളിൽ അതുകൂടി കണക്കിലെടുക്കും? ഇല്ല, കണക്കിലെടുക്കില്ല. ഇപ്പോൾ മഹാരാജാസ് കോളേജിലെ ജിനോയുടെ കഥ KS യുകാരനായിട്ട് എടുക്കാമായിരുന്നല്ലോ. അതെ, എടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് എടുത്തില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതന്നെ ഞാനും ചോദിക്കുന്നത്, എന്തുകൊണ്ട് എടുത്തില്ല? എന്തുകൊണ്ട് എടുത്തില്ല? അത് ഞാനെങ്ങനെ പറയാ, അത് ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ, എന്തുകൊണ്ട് എടുത്തില്ല? അപ്പോ കൂടുതൽ സ്വീകാര്യമായതിനെ നിങ്ങൾ കൂടുതൽ സ്വീകാര്യമാക്കുന്നു. അതായത് ആ കഥ എന്ന് പറഞ്ഞാൽ ഈ ജിനുവിൻ്റെ കഥ നമ്മൾ അതേപടി ജിനുവിൻ്റെ ആത്മകഥയൊന്നും എടുത്തു വെച്ചേക്കുന്നതല്ലല്ലോ അത്. ആ സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സിനിമയിൽ അതിലൊരു ചെറിയൊരു പോർഷനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. ആ സിനിമ അതും നമ്മൾ എന്താ പറയാ, ജിനോ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജിനോക്കില്ലാത്ത പരാതി ഇവിടെ ആർക്കാ? പരാതിയല്ല, KS യുകാരനോ ABVP കാരനോ ആയിട്ട് ഹീറോയിസം കാണിക്കാമല്ലോ. കാണിച്ചില്ല, കാണിച്ചോളൂ. ആർക്ക് വേണമെങ്കിലും കാണിക്കാലോ. അങ്ങനെ കാണിച്ചാൽ അത് വിജയിക്കും. എന്തുകൊണ്ട് വിജയിക്കാതിരിക്കും? അത് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. അല്ല, പ്രേക്ഷകരാണ് ഉത്തരം പറയേണ്ടത്. മെക്സിക്കൻ അപാരതയ്ക്ക് ടോവിനോ തോമസ് എന്ന സ്റ്റാറിൽ കൂടുന്ന ആളേക്കാൾ കൂടുതൽ ഇതിന്റെ ഒരു പശ്ചാത്തലം കൊണ്ട്, കോളേജ് രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് കൂടുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി മുദ്രാവാക്യം വിളിയും വെള്ളക്കൊടിയും ഒക്കെ എടുത്തിട്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരും. അടുത്ത സിനിമയ്ക്ക് ആ മാസ് ഉണ്ടാകണം എന്നില്ലല്ലോ, അത് മുന്നിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ അടുത്ത സിനിമ ചെയ്ത് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വരെ കഴിഞ്ഞിരിക്കുന്നതാണ്.
അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു റിലീസിംഗ് ഡേറ്റ് നോക്കിയിരിക്കുകയാണ്. ആ സിനിമയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ആ സിനിമയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നല്ലൊരു സിനിമയായിരിക്കും അത്, ഗോദ എന്ന് പറയുന്ന സിനിമ. അതിനു വേണ്ടിയിട്ട് ഞാൻ 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 ഒരിക്കലും ഒരു സിനിമ ഓക്കെ നമുക്ക് ഇന്ന പാർട്ടിക്കാരെ പിടിച്ച ഓക്കെ ഇത്രയും പേര്, കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കിട്ടുക, ഫാമിലീസിന് കിട്ടും, ഓക്കെ ഇത്രയും പേര്, അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നല്ല നമ്മൾ ആരൊക്കെ തിയേറ്ററിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അത് പ്രേക്ഷകർക്ക് കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഓക്കെ ഇത്രയും പേരെ പിടിച്ചു, ഇനി അത്രയും പേരെ പിടിക്കണം, ഇത്രയും പേരെ പിടിക്കണം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരിക്കലും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം അതൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അതേസമയം അതൊരു കലയാണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന സിനിമകൾ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രേക്ഷകർ സ്വീകരിച്ചാൽ വളരെയധികം സന്തോഷം, സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വിഷമമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.